ഭൂമിക്ക് ഒരു ഉപഗ്രഹമേ ഉള്ളൂ എന്നും അത് ചന്ദ്രനാണ് എന്നുമാണ് നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ചന്ദ്രന് സമാനമായ ഒരു വസ്തു ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉണ്ടെന്നാണ് അടുത്തിടെ നടന്ന ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 60 വർഷങ്ങളായി അത് ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണത്രേ. ക്വാസിമൂൺ എന്നാണ് ഇങ്ങനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കണ്ടെത്തുന്ന വസ്തുക്കൾക്ക് ശാസ്ത്രലോകം നൽകുന്ന വിശേഷണം. അതായത് ചന്ദ്രനോട് സമാനമായ വസ്തുക്കൾ എന്നർത്ഥം. 2025 PN7 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്വാസിമൂണിനെ കുറിച്ചാണ് ഇന്ന് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചന്ദ്രന് സമാനമായ ചിഹ്നഗ്രഹം കണക്കെയുള്ള വസ്തുക്കളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത്. 15 മുതൽ 30 മീറ്റർ വിസ്തീർണമുള്ള ഇതിന് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 1/3 ഉയരമുണ്ട്. അർജുനോ ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഒരു ചിഹ്നഗ്രഹം തന്നെയാണിത്. കഴിഞ്ഞ 60 വർഷമായി ഇത് ഭൂമിയെ ചുറ്റുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇനി ഒരു 60 വർഷം കൂടി ഇങ്ങനെ തന്നെ ഇവ ഭൂമിയെ ഭ്രമണം ചെയ്യുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. യുഎസിലെ ഹവായിലുള്ള പാൻസ്റ്റാസ് ഒബ്സർവേറ്ററി ആണ് ഈ ക്വാസിമൂണിനെ ആദ്യമായി പകർത്തിയത്. തുടർന്ന് വിശദ വിവരങ്ങൾ റിസർച്ച് നോട്ട്സ് ഓഫ് ദി AASൽ ഇവർ പ്രസിദ്ധീകരിച്ചു. ഈ റിപ്പോർട്ട് ശരിക്കും ശാസ്ത്രലോകത്തിന് ഞെട്ടൽ തന്നെയായിരുന്നു. കാരണം ഇത്രയും നാളായിട്ടും ഇത്തരത്തിലൊരു ക്വാസിമൂൺ കണ്ണിൽ പെട്ടിട്ടില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ ക്വാസിമൂൺ സത്യത്തിൽ മറ്റു ക്വാസിമൂണുകൾക്ക് സമാനമല്ല എന്നതാണ് ശരിക്കും അവയെ തിരിച്ചറിയാതെ പോയതിന് ഒരു പ്രധാന കാരണം. ഇവയ്ക്ക് അത്ര തിളക്കവുമില്ല. നിയർ എർത്ത് ഒബ്ജക്ട്സ് ഗണത്തിൽപ്പെടുന്ന ചിഹ്നഗ്രഹമാണ് 2025 PN7. പ്രപഞ്ചത്തിൽ ഭൂമിക്ക് ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന വസ്തുക്കളെയാണ് നിയർ എർത്ത് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. വാൽനക്ഷത്രങ്ങളും ഇതിൽ ഉൾപ്പെടാം. ഇത്തരത്തിലൊരു നിയർ എർത്ത് ഒബ്ജക്റ്റായി 2025 PN7 നേരത്തെ തന്നെ ട്രേസ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രജ്ഞർ. പക്ഷേ ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നതൊരു പുതിയ അറിവായിരുന്നു ശാസ്ത്രലോകത്തിന്. ഭൂമിയെ ഭ്രമണം ചെയ്യുക എന്നതുകൊണ്ട് സത്യത്തിൽ അതല്ല അർത്ഥമാക്കുന്നത് എന്നതാണ് കൗതുകകരമായ കാര്യം. ക്വാസിമൂണുകൾ ശരിക്കും സൂര്യനെയാണ് ഭ്രമണം ചെയ്യുന്നത്. പക്ഷേ ഭൂമിയുടെ അടുത്താണിവ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇവയുടെ ഭ്രമണപഥത്തിനും ഭൂമിയുടേതിനുമിടയിൽ ഒരു കാന്തിക സ്വാധീനമുണ്ടാകും. തൽഫലമായി ഇവ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്ന പ്രതീതി വരും. ഭൂമിയുമായി 101 എന്ന അനുരണത്തിലാണ് 2025 PN7 ഭ്രമണം. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവ നമ്മെ ഭ്രമണം ചെയ്യുന്നതായി തോന്നും. ഇതാണ് ഭൂമിക്ക് മറ്റൊരു ചന്ദ്രൻ എന്ന നിഗമനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഈ കാരണം കൊണ്ട് തന്നെ ഇവ മിനി മൂൺ ആണോ എന്ന തോന്നൽ ശാസ്ത്രജ്ഞരിൽ ഉണ്ടാക്കിയിരുന്നു. ക്വാസിമൂണുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മിനി മൂണുകൾ. ഭൂമിയെ ചുറ്റുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയാണ് ക്വാസിമൂണെങ്കിൽ താൽക്കാലികമായെങ്കിലും മിനി മൂണുകൾ ശരിക്കും ഭൂമിയെ ചുറ്റും. ഇതാദ്യമായല്ല ഒരു ക്വാസിമൂൺ ഇത്തരത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപം കാണപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാമോലവ കാർഡിയ എന്ന് പേരിട്ട ക്വാസിമൂണുകളൊക്കെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവയെക്കാളൊക്കെ സ്പീഡിലാണ് 2025 PN7 ഭ്രമണം. 1960കളിലാണ് ഇവ സൂര്യനെ ഭ്രമണം ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഒരു തരത്തിലുള്ള ഭീഷണിയും ഭൂമിക്ക് ഇവ ഉണ്ടാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നാണ് ശാസ്ത്രജ്ഞരുടെ അറിയിപ്പ്. നിലവിൽ 2025 PN7 പോലെ 6 ക്വാസിമൂണുകൾ ഭൂമിക്ക് സമീപമുണ്ട്. കണ്ടെത്തിയ വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയ്ക്കൊക്കെയും പേരിടുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച കാമോലെവ തന്നെയാണ് വമ്പൻ. 2016 HO3 എന്ന് പേരിട്ടിരിക്കുന്ന ഇവയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അത്ര തന്നെ വലിപ്പമുണ്ട്. കാമോലെവയെ കുറിച്ച് പഠിക്കാൻ 2026 ജൂലൈയോടെ ചൈന ടിയാൻവൻ 2 അയക്കുമെന്നാണ് വിവരം. ഇവയിൽ നിന്നുള്ള സാമ്പിളുകൾ പഠന വിധേയമാക്കാനാണ് ചൈനയുടെ തീരുമാനം. അങ്ങനെ വന്നാൽ ഭൂമിയിൽ നിന്നുള്ള ഒരു ബഹിരാകാശ പേടകം സന്ദർശിക്കുന്ന ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹമാകും അത്.